UDFിന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകുന്ന സമയത്ത് മാത്രം മൈനോറിറ്റി വോട്ടുകളുടെ മൈനോറിറ്റി വാർഡുകളോ നിയമസഭാ മണ്ഡലങ്ങളോ എന്ന നിലയ്ക്ക് അതിനെ കാണുക എന്ന് പറയുന്നത് പോസിബിൾ ആയ ഒരു കാര്യമല്ല. നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPM-ന് വോട്ട് കിട്ടാത്തത്? എങ്ങനെയാണ് ആണല്ലോ, അതൊരു പാറ്റേൺ ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ തരത്തിലുള്ള ഒരു പോളിംഗ് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ദേശീയ മാധ്യമങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിനെ വിലയിരുത്തിയത്. അപ്പോൾ ആ നിലയ്ക്ക് മനുഷ്യന്മാരുടെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന നിലയ്ക്ക് ഒരു മിനിറ്റ് അതിനെയാണ് തരംഗം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 2021-ലെയോ 2016-ലെയോ ഒക്കെ നമ്മൾ ഈ പെർസെന്റേജ് വെച്ച് മാത്രം കോവിഡ് കാലത്ത് സർക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് 2021-ൽ, അതായത് കോവിഡ് കാലത്ത് മാത്രമല്ല എല്ലാ ക്രൈസിസിന്റെയും കാലത്ത് സർക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്തയാണ് 2021-ൽ തുടർ ഭരണത്തിന് ആണിയായത്. അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അവിടെ ഒരു പ്രശ്നം തരുമോ? മാധു അഡ്രസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. സൈക്കോളജിക്കലാണ്, നിങ്ങളുടെ ഡിസിഷൻ സൈക്കോളജിക്കലാണ്. ആ സൈക്കോളജി എന്തൊക്കെ ബാധിക്കാം? ഒന്ന്, ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ബാധിക്കാം, ഒരു ഇൻസെക്യൂരിറ്റി ബാധിക്കാം. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്താ? ലീഗിന്റെ മാത്രമാണ് അല്ല, ലീഗിന്റെ കേന്ദ്രങ്ങളിൽ അവരെ ഉണർത്താൻ ശ്രമിച്ചത് ഫീൽ ഗുഡ് ഫാക്ടറോ ഫീൽ ഗുഡ് ഫാക്ടറോ കെയർ ഫാക്ടറോ ഒന്നുമല്ല. ഇവിടെ ക്ലിയർ ആണ്, നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും, നിങ്ങൾ ഡീവോട്ടറായിട്ട് മാറും, നിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യും. സോ വോട്ട് ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതായിരുന്നു ലീഗിന്റെ ക്യാമ്പയിൻ. UDFിന് അനുകൂലമായി സീറ്റുകൾ പിടിച്ചെടുക്കണമെങ്കിൽ ലീഗിന് ഉറപ്പായും കിട്ടുന്ന സീറ്റുകളിൽ മാത്രം ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരം. അവിടുന്ന് വിളവെടുക്കാൻ കഴിയുന്ന സീറ്റുകൾ എത്രയാണ്? കൺസോളിഡേഷൻ ഉണ്ടാക്കി സീറ്റ് വർദ്ധിപ്പിച്ചെടുക്കണമെങ്കിൽ മറ്റിടങ്ങളിലല്ലേ പറ്റേണ്ടത്? അത് സംസ്ഥാന വ്യാപകമായ ഒരു പാറ്റേൺ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ലീഗിന് ഇനി എത്ര സീറ്റ് അതാണ് പ്രശ്നം.